ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശാങ്കരകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ 9 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. തുടർന്ന് 10-ാം ശ്ലോകം. ദക്ഷയജ്ഞനാശജാതവേദസേ നമഃ ശിവായ അക്ഷരാത്മനേ നമദ്ബിഡൗജസേ നമഃ ശിവായ ദീക്ഷിതപ്രകാശിതാത്മതേജസേ നമഃ ശിവായ ഉക്ഷരാജവാഹതേ സതാം ഗതേ നമഃ ശിവായ ദക്ഷയജ്ഞനാശജാതവേദസേ നമഃ ശിവായ അക്ഷരാത്മനേ നമദ്ബിഡൗജസേ നമഃ ശിവായ ദക്ഷയജ്ഞനാശജാതവേദസേ. ദക്ഷയജ്ഞത്തിന് നാശം ചെയ്ത ജാതവേദസ്സിനായിക്കൊണ്ട്. ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. വേദത്തോടെ ജനിച്ചവൻ, വേദത്തിൽ ജനിച്ചവൻ, ആരോടുകൂടെ വേദം ജനിച്ചുവോ അവൻ എന്നൊക്കെ അർത്ഥം. ഏത് വിധത്തിൽ അർത്ഥം പറഞ്ഞാലും അഗ്നി എന്നാണ് വരിക. അഗ്നിയിലാണ് വേദം ആരംഭിക്കുന്നത്. സദാ അറിവിൻ്റെ രൂപമായി അഗ്നി നിലകൊള്ളുന്നു. അങ്ങനെയുള്ള അഗ്നിയായിട്ട് ഭഗവാനെ കൽപ്പിച്ചിരിക്കുകയാണ്. ഏതഗ്നി? ദക്ഷയജ്ഞജാതവേദസ്. ദക്ഷയജ്ഞത്തിന് നാശം ചെയ്തവനായ ജാതവേദസ്. ദക്ഷ പ്രജാപതി യാഗം ദീക്ഷിക്കുകയും ശിവന് ഹവിർഭാഗം നൽകാതെ അപമാനിക്കുകയും സ്വപുത്രിയായ സതിയെ സഭാമധ്യത്തിൽ അപമാനിക്കുകയുമെല്ലാം ചെയ്തു. സതിക്ക് അകമ്പടിയായി പറഞ്ഞയക്കപ്പെട്ട ശിവഭൂതഗണങ്ങൾ ദക്ഷയജ്ഞത്തെ മുഴുവൻ നശിപ്പിച്ചു. സതീദേവി സ്വയോഗാഗ്നിയിൽ ദേഹമടക്കി. അപ്പം ഇവിടെ ഭഗവാൻ പരമേശ്വരൻ സ്വഭൂതഭാവത്തിൽ ദക്ഷയാഗത്തെ നശിപ്പിച്ചു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ദക്ഷയജ്ഞത്തെ നശിപ്പിച്ചവനായ ജാതവേദസ് അഗ്നി. അങ്ങനെയുള്ള അഗ്നിക്കായിക്കൊണ്ട് നമസ്കാരം. അക്ഷരാത്മനെ നമദ്ബിഡൗജസേ നമഃ ശിവായ. അക്ഷരാത്മനെ, അക്ഷരമായ ഒരിക്കലും നശിക്കാത്ത ആത്മഭാവത്തോടൊത്തവൻ, ഒരിക്കലും നശിക്കാത്ത ചിരന്തനമായ സനാതനമായ ആത്മഭാവത്തോടൊത്തവൻ അക്ഷരാത്മാ. അക്ഷരമായ അക്ഷതമായ ആത്മാവോടൊത്തവൻ. അഥവാ സകല അക്ഷരങ്ങളുടെയും ആത്മഭാവത്തിൽ കുടികൊള്ളുന്നവൻ. സകല അക്ഷരങ്ങളുടെയും ആത്മഭാവത്തിൽ ഏതൊരു പരമേശ്വരനാണോ കുടികൊള്ളുന്നത് അവൻ അക്ഷരാത്മാ. അക്ഷരാത്മനേ നമഃ. ഇവിടെ ഓരോ പദവും ചിലത് ദേവതാഭാവത്തെ, ചിലത് ഈശ്വരഭാവത്തെ, ചിലത് പരമാത്മഭാവത്തെ ദ്യോതിപ്പിക്കുന്നവയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. നമദ്ബിഡൗജസേ നമഃ ശിവായ. ബിഡൗജസ് എന്ന് പറയുമ്പോൾ ദേവേന്ദ്രനാണ്. അപ്പം ദേവേന്ദ്രനാൽ നമിക്കപ്പെട്ടവൻ, നമിക്കപ്പെടുന്നവൻ. ഇപ്പോൾ സകല ദേവന്മാരുടെയും ഇന്ദ്രൻ, ദേവേന്ദ്രൻ ആരെയാണോ നിരന്തരം നമിക്കുന്നത്, നമസ്കരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാന്, ശിവന് നമസ്കാരം. ദക്ഷയജ്ഞനാശജാതവേദസേ നമഃ ശിവായ അക്ഷരാത്മനേ നമദ്ബിഡൗജസേ നമഃ ശിവായ
ദീക്ഷിതപ്രകാശിതാത്മതേജസേ നമഃ ശിവായ. ഉക്ഷരാജവാഹത്തെ സതാം ഗതേ നമഃ ശിവായ. ദീക്ഷിതപ്രകാശിതാത്മതേജസേ, ദീക്ഷിതന്മാർക്ക് പ്രകാശിതമാകുന്ന ആത്മതേജസ്സോടുകൂടിയവൻ. ദീക്ഷിത പ്രകാശിതാത്മതേജസ്. ദീക്ഷിതന്മാർ, വ്രതദീക്ഷ, തപോദീക്ഷ, യജ്ഞദീക്ഷ തുടങ്ങി അനേക ദീക്ഷകളുണ്ട്. ദീക്ഷകൾ ഓരോന്നും വ്രതപരിപാലനത്തിനുള്ള പ്രതിജ്ഞകളാണ്. സ്വയമേവ സ്വീകരിക്കുന്ന അഥവാ സ്വീകരിച്ച വ്രതങ്ങളെ പരിപാലിക്കുന്നതിനുള്ള പ്രതിജ്ഞയാണ് ഓരോ ദീക്ഷയും. അങ്ങനെ ദീക്ഷ സ്വീകരിച്ചവരെന്ന് പറയുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ദീക്ഷിതന്മാർക്ക് ആത്മതേജസ്സിനെ പ്രകാശിപ്പിക്കുന്നവൻ. അതാണ് ദീക്ഷിതപ്രകാശിതാത്മതേജസേ. ആത്മതേജസ് ദീക്ഷിതന്മാർക്ക് പ്രകാശിതമാകുന്നു. അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം. അവിടെ ഓരോ പദവും സൂക്ഷ്മ വിചാരം ചെയ്യേണ്ടതാണ്. സാമാന്യാർത്ഥം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.